ആര്യ കലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ കലശമല ആര്യലോക് ആശ്രമത്തിൽ ലോക നാടക ദിനാഘോഷം നടന്നു. മുൻ കുന്നംകുളം നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. യുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം സാധാരണ ഒരു ആശ്രമത്തിൽ നിന്ന് ആത്മീയ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അതിലപ്പുറമായി വ്യത്യസ്തങ്ങളായ കുറേ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ ശ്രദ്ധേയമായ വാർത്തയിൽ പ്രാധാന്യം കിട്ടിയ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു അവയവദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും അതിനുവേണ്ടി സ്വയം സമർപ്പിതമായ പ്രവർത്തനവും. വളരെ പ്രാധാന്യത്തോടുകൂടി നേതൃത്വം നൽകുന്നു എന്ന കാര്യത്തിൽ ഏറെ സന്തോഷം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ നാളെ ധരിപ്പിക്കാനായിട്ട് വേണ്ടി സംസാരിക്കാറുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഓരോ മേഖലകളിലും ഈ ആശ്രമം കൈവയ്ക്കുന്നു എന്നുള്ളതാണ് അത്ഭുതമായി തോന്നുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് മനുഷ്യന്റെ എന്നെ സംബന്ധിച്ചപ്പോൾ അടുത്ത ദിവസമുണ്ടായാൽ വളരെ കുടുംബത്തെ വ്യക്തിപരമായി സ്പർശിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എൻ്റെ മൂത്ത സഹോദരൻ ഗൾഫിൽ വെച്ച് ലിവർ സിറോസിസായി നാട്ടിൽ വന്നു. സാമൂഹ്യ സാംസ്കാരിക നാടക പ്രവർത്തകനായ നാരായണൻ ആത്രപ്പുള്ളി മുഖ്യ അതിഥിയായിരുന്നു. ഭാരതീയ നാടക സങ്കല്പം എന്ന വിഷയത്തിൽ TV ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ശശി കളരിയേൽ ഈ വർഷത്തെ നാടകദിന സന്ദേശം വായിച്ചു. ആര്യനാമിക, മോഹനൻ പെരുമ്പിലാവ്, ബിന്ദു ബാസുരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നാടക കലാകാരന്മാരായ TV ബാലകൃഷ്ണൻ, നാരായണൻ ആത്രപ്പുള്ളി, ജയൻ അരികന്നിയൂർ, ബാബു വൈലത്തൂർ, സുനിൽ ചന്ദ്രൻ, ഗോപിനാഥ് പാലഞ്ചേരി, സുജ രാജേഷ്, കർഷകശ്രീ അവാർഡ് ജേതാവ് ലളിത വിജയസേനൻ കൊങ്ങണൂർ തുടങ്ങിയവരെ ആദരിച്ചു. തുടർന്ന് സുനിൽ ചന്ദ്രൻ അവതരിപ്പിച്ച കടലാഴം, ഗോപിനാഥ് പാലഞ്ചേരി അവതരിപ്പിച്ച മരണമൊഴി എന്നിങ്ങനെ 2 ഏകപാത്ര നാടകങ്ങൾ അരങ്ങേറി. കടല വെച്ചവർക്കാരൻ എങ്ങനെയാണെന്ന് അറിയുക. കടല വിൽക്കുന്നത്ര കുറവൊന്നല്ല കേട്ടാ. ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട് ഇല്ലേ? ചേട്ടനെന്താ പണി? ഓട്ടോ ഡ്രൈവറാ. ചേട്ടനോ? കൽപ്പണിക്കാരൻ. ഏത് തൊഴിലും ഉത്തരവാദിത്വത്തോടുകൂടി പറഞ്ഞ സമയത്തിന് തീർത്തു കൊടുത്താൽ ആ തൊഴിലിന്റെ മാന്യതയായി അല്ലേ? നാടക ദിനാഘോഷ പരിപാടികൾക്ക് ആര്യലോക് ആശ്രമം രക്ഷാധികാരി ആര്യ മഹർഷി നേതൃത്വം നൽകി. എൻലൈറ്റ് ന്യൂസ്, കുന്നംകുളം.